ചേലക്കരയ്ക്ക് എന്നും ചേലേക്ക് നിറം ഫാബ് പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അതിവിശാലമായ കളക്ഷൻസുമായി പുതുമയുള്ള ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു. നിറം ഫാബ്, മേപ്പാടം, ചേലക്കര. ചേലക്കര നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവർത്തികളുടെ അവലോകന യോഗം ചേർന്നു. നിങ്ങളെ സംബന്ധിച്ച വിഷയം ഇപ്പം പറയാവുന്ന അപ്പോൾ ഞങ്ങളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു കാര്യം കണ്ട് നിങ്ങൾ പോവാണ്. നമ്മൾ നാട്ടുകാരൊന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് ആ വാക്ക് തെറ്റുമ്പോൾ ഞങ്ങൾക്ക് നടക്കടാവുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ പറഞ്ഞ അന്ന് അങ്ങനെ അല്ലായിരുന്നു. അന്ന് പറഞ്ഞത് നമ്മൾ അവിടെ കോൺക്രീറ്റ് തുടങ്ങുന്നത് കോൺക്രീറ്റ് എന്താ തുടങ്ങാൻ ചോദിച്ചു വീണ്ടും വിളിച്ച് ചോദിക്കുമ്പോൾ അപ്പോൾ അവർ പറഞ്ഞാൽ അങ്ങനെ ടാറിങ് തുടങ്ങാൻ പാടില്ല. ടാറിങ് എന്താ എത്തിച്ച് പഴം വരെ ചെയ്യാൻ പറ്റുക വെച്ചപ്പോൾ അവിടെ പൈപ്പുണ്ട്, അത് നേടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് ചേലക്കര നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള പ്രവർത്തികളുടെ അവലോകന യോഗം ചേലക്കര PWD റെസ്റ്റ് ഹൌസിൽ ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ, ചേലക്കര MLA യുവ പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തു. കൊണ്ടാഴി കുത്താമ്പുള്ളി പാലത്തിന്റെ സ്ലാബ് വർക്കിനായുള്ള കമ്പികെട്ടൽ പ്രവൃത്തി നടന്നുവരികയാണെന്നും ഏപ്രിൽ മാസത്തോടുകൂടി സ്ലാബ് പണി പൂർത്തീകരിച്ച് മെയ് മാസത്തോടുകൂടി പാലത്തിന്റെ മുഴുവൻ പ്രവൃത്തികളും പൂർത്തീകരിക്കുവാൻ കഴിയുമെന്നും KRFB എഞ്ചിനീയർ യോഗത്തിൽ അറിയിച്ചു. ചേലക്കര ബൈപ്പാസ് നിർമ്മാണം ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുന്നതിന് റവന്യൂ വകുപ്പിന്റെ ഉത്തരവും ലഭ്യമായിട്ടുണ്ട്. കൊണ്ടയൂർ ഓങ്ങല്ലൂർ പാലം പ്രവൃത്തിക്ക് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കാൻ തൃശൂർ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് വകുപ്പിന്റെ ഉത്തരവ് ലഭിച്ചിട്ടുണ്ട്. ഇതിന്മേലുള്ള തുടർ നടപടികൾ സ്വീകരിക്കുവാൻ KRFB എഞ്ചിനീയർ കിഫ്ബി, തഹസിൽദാർ എന്നിവരോട് MPയും MLAയും നിർദ്ദേശം നൽകി. പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന ചിറ്റണ്ട തലശ്ശേരി റോഡ്, തളി ആറങ്ങോട്ടുകര റോഡ്, ചെറുതുരുത്തി പൊന്നാനി റോഡ്, കറുകക്കടവ് റോഡ്, എളനാട് വാണിയംപാറ റോഡ്, പുത്തരിത്തറ റോഡ്, മണലാടി വെട്ടിക്കാട്ടിരി റോഡ് എന്നിവയുടെ പരമാവധി പ്രവൃത്തികൾ മഴക്കാലത്തിനു മുന്നേ ചെയ്തു തീർക്കണമെന്ന് MLAയും MPയും ബന്ധപ്പെട്ട റോഡ്സ് വിഭാഗം എഞ്ചിനീയർമാരോട് നിർദ്ദേശിച്ചു. പൊതുമരാമത്ത്, കെട്ടിട വിഭാഗം പ്രവൃത്തികളും MLA ഫണ്ട് വിനിയോഗിച്ചുള്ള പ്രവൃത്തികളുടെ പുരോഗതിയും യോഗത്തിൽ അവലോകനം ചെയ്തു. യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ T ജയ, റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരീഷ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്മിത, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ വിനീത്, ഹരിപ്രസാദ്, കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സതീഷ് കുമാർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാൻഡോ സെബാസ്റ്റ്യൻ, പാലങ്ങൾ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ദീപ, KRFB അസിസ്റ്റന്റ് എഞ്ചിനീയർ രഞ്ജിത്ത്, KSTP അസിസ്റ്റന്റ് എഞ്ചിനീയർ അനീമ, വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രജനി തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ ചേലക്കര അസംബ്ലി മണ്ഡലത്തിലെ കഴിഞ്ഞ കാലത്തെ ബഡ്ജറ്റ് വർക്കുകൾ, അതുപോലെ തന്നെ MLA വികസന ആസ്തി വികസന ഫണ്ടിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ ഒരു അവലോകനമാണ് MLAയും ഞാൻ ഈ സമയത്തായിട്ട് നടത്തിയത്. പ്രധാനമായിട്ടും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ അവലോകനമാണ് നടത്തിയത്. അങ്ങനെ അവലോകനം നടത്തി കഴിഞ്ഞപ്പോൾ ഇനി അതിശേഷത്തിൽ നമ്മുടെ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വരുന്ന ഏപ്രിൽ മാസമാകുമ്പോഴേക്കും പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട റോഡുകളിലെല്ലാം നിർമ്മാണം നമ്മുടെ ഈ മണ്ഡലത്തിൽ പൂർത്തീകരിക്കാൻ വേണ്ടി പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള എല്ലാ റോഡുകളെയും പുനരുദ്ധരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിലാണ് നടത്തുന്നത്. അതിലൊന്നോ രണ്ടോ റോഡുകൾ വഴി ബാക്കിയുള്ള റോഡുകളിലെയും പണി എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കും. അവശേഷിക്കുന്ന റോഡുകളുടെ പണി ഏറ്റവും അവസാനിക്കുന്നതോടുകൂടി പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള നടപടിയാണ് സ്വീകരിച്ചത്. അതുപോലെ തന്നെ പാലങ്ങളുടെ നിർമ്മാണം, പാലം പ്രധാനമായിട്ടും കുത്താമൂല്യമായ ഒരു പാലമാണ്. ആ പാലത്തിൻ്റെ പണി 95% പൂർത്തീകരിച്ചിരുന്നു. അവശേഷിക്കുന്ന പണി ഏപ്രിൽ മാസത്തോടുകൂടി പൂർത്തീകരിക്കാൻ. CCV ന്യൂസ്, ചേലക്കര.